സംസ്ഥാന സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ അതിരാവിലെ കൊല്ലം ബീച്ച് കൈയടക്കുന്നത് CPM നേതാക്കളാണ്. പ്രകാശ് കാരാട്ട് മുതലുള്ള നേതാക്കളുടെ നടത്തം ഇപ്പോൾ എല്ലാ ദിവസവും കൗതുക കാഴ്ചയായിരിക്കുന്നു. കൊല്ലം ബീച്ചിലേക്ക് സൂര്യൻ ഉണരും മുൻപേ കൊല്ലം കടലോരം CPIM നേതാക്കൾ കയ്യേറും. പ്രായത്തിൽ മുന്നിൽ S രാമചന്ദ്രൻ പിള്ളയാണ്. 87-ാം വയസ്സിലും പ്രഭാത നടത്തത്തിന് മുടക്കമില്ല. സ്വതവേ ഗൗരവക്കാരനായ പ്രകാശ് കാരാട്ടിന്റെ നടത്തത്തിലുമുണ്ട് അതേ ഗൗരവം. വേഗതയിൽ മുന്നിൽ മന്ത്രി P രാജീവാണ്. ഇടം വലം നോക്കാതെ ഒരു പോക്കാണ്. ഇടയിൽ കയറി കൊല്ലം ബീച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കൊല്ലം നേരത്തെ നമ്മള് കേരള മാർച്ചിനൊക്കെ വന്നപ്പോൾ നടന്നിട്ടുള്ളതാണ്. ഇതിനിടെ SRPയെ കണ്ടപ്പോൾ കുശലാന്വേഷണവുമായി M വിജയകുമാർ എത്തി. നടത്തം മാത്രമല്ല സ്വല്പം യോഗയുമുണ്ട് M വിജയകുമാറിന്റെ കയ്യിൽ. ചുവന്ന തൊപ്പിയൊക്കെ വെച്ചാണ് TP രാമകൃഷ്ണന്റെ നടത്തം. ആദ്യം ഒറ്റയ്ക്കായിരുന്നെങ്കിലും LDF കൺവീനർക്ക് എളമരം കരീമിനെ കൂട്ടുകിട്ടി. നല്ല നടത്തം, നല്ല അന്തരീക്ഷം, ശുദ്ധവായു. ബീച്ചിൽ നടത്തം നല്ല മനസ്സിന് നല്ല സുഖം കിട്ടും. രാവിലെ ഈ നല്ല അന്തരീക്ഷത്തിൽ നടന്നാൽ. ഹൈറേഞ്ചിലെ തനി നാട്ടിൻപുറത്തുകാരനായി ലുങ്കിയൊക്കെ ഉടുത്ത് KK ജയചന്ദ്രൻ 2 റൗണ്ട് ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ആനാവൂർ നാഗപ്പനെ കൂട്ടിന് കിട്ടി. ബൈറ്റിന് ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുകയാണ് ദൂരെ ധനമന്ത്രി KN ബാലഗോപാൽ. രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് PK ശ്രീമതിയും CS സുജാതയും P സതീദേവിയും ബീച്ചിലൂടെ നടക്കുന്നു. സുഭാഷിണി അലിയും R ബിന്ദുവും വൈകാതെ ഒപ്പമെത്തി. പണ്ടേയുള്ള നടത്തക്കൂട്ടാണ് M സ്വരാജും TV രാജേഷും. കൊല്ലത്തും പതിവ് തെറ്റിയില്ല. ഇതൊന്നും ഗവനിക്കാതെ അതിവേഗത്തിലാണ് A വിജയരാഘവന്റെ നടത്തം. കൊല്ലം ബീച്ച് ഉണർന്നു തുടങ്ങിയതോടെ നേതാക്കൾ നടത്തം അവസാനിപ്പിച്ചു മടങ്ങി. ദൂരെ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ കുതിക്കുന്നു. കരയിൽ ക്രിക്കറ്റ് കളി മുറുകുകയാണ്. സമ്മേളനത്തിന്റെ വിളംബരമായ കൂറ്റൻ അരിവാൾ ചുറ്റുകയും കടലിലെ ബോട്ടിൽ നിന്ന് ഉയർന്നു പറക്കുന്ന ബലൂണും എല്ലാത്തിനും സാക്ഷി. കൊല്ലത്ത് നിന്നും മാഹിൻ ജാഫറിനൊപ്പം തനേഷ് തമ്പി, 24.